മലങ്കര സഭാ തർക്കത്തിന് നൂറ്റാണ്ടിലധികം പഴക്കമുണ്ട്. യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾക്കിടയിലെ തർക്കം വിശ്വാസത്തിന്റെ പേരിൽ മാത്രമാണോ? പലപ്പോഴും ഈ തർക്കം ക്രമസമാധാന പ്രശ്നമാകുന്നതോടുകൂടി ഒരു പൊതുസമൂഹത്തിന്റെ പ്രശ്നമായി ഇത് മാറുന്നു. എന്താണിതിന് കാരണം? എന്താണിതിന് പരിഹാരം? ക്രൈസ്തവ സഭകളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഊനംകുരിശ് സത്യമടക്കം നിരവധി സ്മരണകൾ ഉറങ്ങുന്ന കൊച്ചിയിൽ നിന്നാണ് ഇത്തവണത്തെ നേർക്കുനേർ ചിത്രീകരിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയായി ആദ്യമേ പരിചയപ്പെടുത്താം. ഓർത്തഡോക്സ് സഭയുടെ പ്രതിനിധിയായി ഫാദർ ജോൺസ് എബ്രഹാം കോനാട്ട് ഓർത്തഡോക്സ് സഭയുടെ പ്രതിനിധിയായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശ്രീ ജോസഫ് പുലിക്കുന്നേൽ, അദ്ദേഹം ഈ ക്രൈസ്തവ സഭകളുടെ വിഷയത്തിൽ വ്യത്യസ്തമായ ഒരു വീക്ഷണം പുലർത്തുകയും ഓശാനയുടെ എഡിറ്ററുമാണ്. അദ്ദേഹം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഒപ്പം യാക്കോബായ സഭയുടെ വക്താവായി ഫാദർ വർഗീസ് കല്ലാപ്പാറയും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ആദ്യം ഫാദർ ജോൺസ്, താങ്കൾ തന്നെ തുടങ്ങാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നൂറ്റാണ്ടിലധികം പഴക്കമുണ്ട് ഈ തർക്കങ്ങൾക്ക്. പലപ്പോഴും ഇത് പൊതുസമൂഹത്തിന്റെ പ്രശ്നമായി മാറുകയും ചെയ്യുന്നു. ഒരുപാട് പാരമ്പര്യം അവകാശപ്പെടാവുന്ന സഭയാണ് ഒന്നിച്ചു നിന്ന് ഒരു വീക്ഷണം നടത്തുമ്പോൾ എന്തുകൊണ്ട് ഭിന്നിച്ചു നിൽക്കുന്നു? എന്താണ് ഈ ഭിന്നിപ്പിന് കാരണം, ആധാരം? മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ചരിത്രത്തിൽ പല കാലഘട്ടങ്ങളുണ്ട്. 1958 എന്ന് പറയുന്നത് സഭയുടെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തീയതിയാണ്. അന്ന് സഭയിൽ അതുവരെ ഉണ്ടായിരുന്ന സകല ഭിന്നതകളും തർക്കങ്ങളും അവസാനിച്ച് സഭ ഒന്നായി, സഭയിൽ സമാധാനമുണ്ടായി. അന്ന് 12 വാഴിച്ചതായ കാതോലിക്ക ബാവായെ സഭ മുഴുവനായിട്ട് അംഗീകരിച്ചു. 1934 ഭരണഘടന അനുസരിച്ച് അതിനുശേഷം സഭ ഭരിക്കപ്പെട്ടു. 1970-71 വരെയും. അതിനുശേഷമാണ് വീണ്ടും സഭയിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നത്. ഈ 58 മുതൽ 71 വരെ ഭിന്നതകളും പ്രയാസങ്ങളും ഇല്ലാതെ 34 ഭരണഘടന അനുസരിച്ച് ഭരിക്കപ്പെട്ടതുപോലെ തന്നെ പിന്നെയും പോകണം എന്നുള്ളതാണ് ഓർത്തഡോക്സ് സഭയുടെ കാഴ്ചപ്പാട്. ഇതിനെ സംബന്ധിച്ച് വളരെയധികം കേസുകൾ ഉടലെടുത്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട കേസ് സുപ്രീം കോടതി വരെയും പോവുകയും 1995 അതിനെ സംബന്ധിച്ച് ഒരു നിർണായകമായിട്ടുള്ള വിധി ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ ഒന്നുകൂടി വ്യക്തമായിട്ട് ചോദിക്കുകയാണ്. ആരാധനാക്രമത്തിൽ, വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഒന്നും കാര്യമായ വ്യത്യാസം അവകാശപ്പെടാനില്ല ഈ ഇരു വിഭാഗങ്ങൾക്കിടയിലും. പക്ഷേ ഇത്രയും ശക്തമായ ഭിന്നിപ്പ്, പ്രത്യേകിച്ച് കോടതികളിൽ പതിറ്റാണ്ടുകൾ നീളുന്ന തർക്കങ്ങൾ, എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നത്? ആരാധനയുടെ കാര്യത്തിലും വിശ്വാസത്തിൻ്റെ കാര്യത്തിലും ഭിന്നിപ്പില്ല എന്ന് നമുക്ക് ഒഴുക്കൻ മട്ടിൽ പറയാമെങ്കിലും അന്ത്യോക്യ പാത്രിർക്കീസ് ബാവായുടെയും കാതോലിക്ക ബാവായുടെയും അധികാരത്തെ ചൊല്ലിയുള്ളതായ ഒരു പ്രശ്നമാണ്. പക്ഷേ അതിനൊരു തിയോളജിക്കൽ, വിശ്വാസ സംബന്ധമായിട്ടുള്ള ഒരു ബേസിസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. അതായത് പത്രോസിൻ്റെ പിൻഗാമിയായ അന്ത്യോക്യ പാത്രിർക്കീസിന് പത്രോസിൻ്റെ പിൻഗാമി ആയതുകൊണ്ട് അദ്ദേഹത്തിൽ സകല അധികാരങ്ങളും നിക്ഷിപ്തമായിരിക്കുന്നു എന്നുള്ള ഒരു പഠിപ്പിക്കൽ പാത്രിർക്കീസ് വിഭാഗം പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഓർത്തഡോക്സ് സഭയും അംഗീകരിക്കുന്ന ഒരു തത്വമല്ല അത്. വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ആ ഒരു പോയിന്റിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത് പറയാം. ഫാദർ കല്ലാപ്പാറ, വളരെ സങ്കീർണമാണ്. ഒരുപക്ഷെ ഇതിൻ്റെ ചരിത്രത്തിലേക്ക് അധികം നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം പോകാൻ കഴിയില്ല. യാക്കോബായ സഭയെ സംബന്ധിച്ച് ഈ ഭിന്നിപ്പ് പരിഹരിക്കുന്നതിനുള്ള ആത്മാർത്ഥമായ ശ്രമം ഏതെങ്കിലും ഘട്ടത്തിൽ നടന്നിട്ടുണ്ടോ ഇപ്പോഴത്തേതടക്കം? ആ തർക്കം പരിഹരിക്കുന്നതിന് കോടതികൾ കൊണ്ട് പരിഹരിക്കപ്പെടും എന്ന് യാക്കോബായ സഭ വിശ്വസിക്കുന്നില്ല. കാരണം കോടതിയിൽ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, കാലാകാലങ്ങളോളം കേസുമായിട്ട് മുൻപോട്ട് പോകുന്നത് കൊണ്ട് ആ കേസ് നിർത്തിവെച്ച് മാധ്യമങ്ങളോ അല്ലെങ്കിൽ മറ്റ് സാമൂഹ്യ സാംസ്കാരിക നേതാക്കന്മാരോ ഗവൺമെൻറ് നിയോഗിച്ചിട്ടുള്ള മന്ത്രിസഭാ സബ് കമ്മിറ്റിയോ ചർച്ച ചെയ്ത്, അല്ലെങ്കിൽ പ്രശസ്തനായ നിയമതന്ത്രജ്ഞനായ ജസ്റ്റിസ് VR കൃഷ്ണയ്യരെ പോലെയുള്ളവരോ ഇടപെട്ട്, ഇതര ക്രൈസ്തവ സഭകളുടെ മേലധ്യക്ഷന്മാരിടപെട്ട് തർക്കം അവരുടെ മധ്യസ്ഥതയിൽ എന്ത് തീരുമാനമെടുത്താലും യാക്കോബായ സഭ സ്വീകരിക്കാൻ തയ്യാറാണ്. രേഖകൾ പരിശോധിക്കട്ടെ, കോടതി വിധികൾ ഒറ്റപ്പെട്ടും ഒരുപാട് പരിഹാര ശ്രമങ്ങൾ നടത്തുകയുണ്ടായി, അധികാരത്തിൽ ഇരിക്കുന്നവരും അല്ലാത്തവരും ഒക്കെ. പക്ഷെ അവരെല്ലാം അവസാനം ഇതിന്റെ ഒരു കൺക്ലൂഷൻ പറയുന്നത് ഇരുവിഭാഗങ്ങളിലെയും ചുരുക്കം ചിലരെങ്കിലും ഒരിക്കലും ഇതിന് പരിഹാരം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അതൊരു വെറും ഒരു ആരോപണമാണോ? അതിൽ യാഥാർത്ഥ്യമുണ്ടോ? അത് ശരിയായിരിക്കണമല്ലോ, അല്ലെങ്കിൽ പിന്നെ ഇത് പരിഹരിക്കപ്പെടുമായിരുന്നല്ലോ. അതിൽ യാക്കോബായ സഭയെ ഉൾപ്പെടുത്തണ്ട. യാക്കോബായ സഭ മൊത്തമായിട്ട് സമാധാനം ഉണ്ടാകണം, അത് ശാശ്വതമായ പരിഹാര മാർഗമാകണം. പൂട്ടിയ പള്ളികൾ തുറക്കണം. ആലുവ തൃക്കുന്നത്ത് പള്ളിയെ സംബന്ധിച്ചിടത്തോളം അനേക വർഷങ്ങളായിട്ട് പൂട്ടിക്കിടക്കുകയാണ്. അത് പൂട്ടി തുറന്നാലല്ലാതെ ആരാധന നടത്താൻ സാധ്യമല്ല, അത് നശിച്ചു പോവുകയാണ്. അങ്ങനെ നശിച്ചു പോകുന്നത് സഭയ്ക്കോ ക്രൈസ്തവികതയ്ക്കോ യോജിച്ചതല്ല എന്നതുകൊണ്ടാണ് നശിക്കാതെ, അത് കോടതി വിധികൾ എന്തുമായിക്കൊള്ളട്ടെ അത് അംഗീകരിക്കാനും
അത് അനുസരിച്ച് മുൻപോട്ട് പോകാനും സഭ തയ്യാറാണ്. പക്ഷേ ഇതുവരെ അന്തിമമായ വിധി ഉണ്ടായിടത്തെല്ലാം പരിഹാരം ഉണ്ടായില്ല. ഞാൻ തിരിച്ചു വരാം. ശ്രീ പുലുക്കുന്നൽ, ഒരുപാട് പൗരാണികത അവകാശപ്പെടാവുന്ന, ഒരുപാട് പാരമ്പര്യം അവകാശപ്പെടാവുന്ന ഒരു സഭ, ഒരുപാട് പ്രലോഭനങ്ങൾ അതിജീവിച്ചിട്ടുള്ള ഒരു സഭ. പക്ഷേ ഇപ്പോൾ സമീപകാലത്തായിട്ടുണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ ഒരു പൊതു ക്രിസ്തീയതയ്ക്ക് തന്നെ നിരക്കാത്ത തരത്തിലാണെന്നുള്ള തരത്തിൽ വരെ വിമർശനങ്ങൾ ഉയരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഇരു വിഭാഗങ്ങൾക്കിടയിലുള്ള തർക്കം? ഞാൻ യേശുവിൽ ആരംഭിക്കാം. കാരണം യേശുവിനെ കുറിച്ചാണല്ലോ ഈ തർക്കം മുഴുവൻ. യേശു പറഞ്ഞു, നിങ്ങൾക്കായി സമ്പത്ത് ഈ ഭൂമിയിൽ സംഭരിച്ചു വെക്കരുത്, അവ കീടങ്ങളും തുരുമ്പും നശിപ്പിക്കും. ഇവിടുത്തെ പ്രശ്നം ഈ സഭയ്ക്ക് സ്വത്തുണ്ട് എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ പേരിൽ സഭയ്ക്കല്ല സ്വത്ത്. നൂറ്റാണ്ടുകളായി ഇവിടുത്തെ വിശ്വാസികൾ അവരുടെ ആരാധന നടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി പള്ളികൾ പണിയിച്ചു. ഇന്ന് ഈ പള്ളി ആരുടേതാണ് എന്നുള്ളതാണ് പ്രശ്നം. ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ കേരളത്തിൻ്റെ പാരമ്പര്യമുണ്ട്, നസ്രാണി പാരമ്പര്യമെന്ന്. ആ പാരമ്പര്യമനുസരിച്ച് പോർട്ടുഗീസുകാർ ഇവിടെ വരുന്നത് വരെ ഓരോ പള്ളിയും പള്ളിക്കാരുടേതായിരുന്നു. അവർ പണം മുടക്കി കെട്ടിപ്പടുത്ത പള്ളികളായിരുന്നു അത്. ഈ പള്ളികളിൽ മെത്രാന്മാർക്ക് യാതൊരു അവകാശവും ഉണ്ടായിരുന്നില്ല. 1772 പാറേമാക്കൽ ഗവർണർ അന്നത്തെ പോർട്ടുഗീസുകാരനായ കൊച്ചി മെത്രാൻ എഴുതുന്ന ഒരു ഭാഗം ഞാനിവിടെ വായിക്കുന്നത് നിങ്ങൾ ക്ഷമിക്കണം. എന്നാൽ നിന്റെ ഈ വാക്കുകൾ കേൾക്കുന്നവർക്ക് എന്തു തോന്നും? മലങ്കരയുള്ള പള്ളികൾ മിഷണറിമാരുടെ തന്തമാർ പണിയിച്ചതാണെന്നും ഇവിടുത്തെ ജനങ്ങൾ മിഷണറിമാരുടെ അടിമകളും വെടിവെടിക്കാരനുമാണെന്നും മിഷണറിമാരുടെ അനുവാദം കൂടാതെ പള്ളിക്കാർക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ സാധ്യമല്ലെന്നും. ഞങ്ങളുടെ യോഗത്തിന് നിന്നെ സ്വീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ സ്വീകരിക്കും, മനസ്സില്ലെങ്കിൽ ബലം പ്രയോഗിച്ച് സ്വീകരിപ്പിക്കാൻ നിന്നെ കൊണ്ട് സാധ്യമല്ല. അതായത് ഈ പള്ളിക്കാരുടേതാണ്. താങ്കൾ ഉദ്ദേശിച്ചിരുന്നത് ഇത് സ്വത്ത് തർക്കം മാത്രമായിട്ട് ഇതിനെ ചുരുക്കി കാണാൻ കഴിയുമോ? മാത്രമാണ്. അതായത് 1958 വരെ അന്ത്യോക്യ പാത്രിയർക്കീസ് സഭയുടെ ആചാര്യനായി അംഗീകരിച്ചിരുന്നതാണ് ഓർത്തഡോക്സ് സഭയും. അവിടെ നിന്ന് മാറിയത് 1912 ഈ സഭയുടെ സ്വത്ത് ആരുടേതാണ് എന്നുള്ള തർക്കത്തിലാണ്. ഓട്ടോറിയ തിരുമേനി ഇങ്ങനെ വസ്തുന്നു ആണ് അബ്ദുള്ള പാത്രിയർക്കീസുമായിട്ടുള്ള തർക്കം. ഇത് സ്വത്തിൻ്റെ തർക്കം മാത്രമാണ്. ഈ സ്വത്തിൻ്റെ തർക്കം തീരണമെങ്കിൽ ഇവിടെ പള്ളികൾ പള്ളിക്കാരുടേതാവണം. അതിനിന്ന് നിയമമില്ല. ഇവിടെ ഒരു നിയമം ഉണ്ടാക്കണം. ഞാൻ തിരിച്ചു വരാം. ഫാദർ മൂലയിൽ എങ്ങനെയാണ് താങ്കളുടെ നിരീക്ഷണം? ആദ്യമായി 58 വരെ അന്ത്യോക്യ പാത്രിയർക്കീസുമാനെ നിഷേധിച്ച് പിണങ്ങി മാറി നിന്നിരുന്നതായ ഒരു വിഭാഗം അന്ത്യോക്യ പാത്രിയർക്കീസിനെ സ്വീകരിക്കുകയും അദ്ദേഹം കാതോലിക്കോസിനെ പകരമായിട്ട് സ്വീകരിക്കുകയും ചെയ്തപ്പോഴാണ് സമാധാനമുണ്ടാകുന്നത്. സമാധാനവും പൂർണ്ണതയിൽ അന്ന് എത്തിയിട്ടില്ല. അന്ത്യോക്യ പാത്രിയർക്കീസ് ഇവിടെ നേരിട്ട് വന്ന് 64 കോട്ടയത്ത് വെച്ച് സഭ യോജിച്ച് അന്നത്തെ ഔഗേൻ പ്രഥമൻ ബാവായെ വാഴിക്കുകയും ബാവ യോജിച്ച സഭയുടെ അന്തസത്ത നിലനിർത്തിക്കൊണ്ട് 70 വരെ സഭാഭരണം നിർവഹിക്കുകയും ചെയ്തപ്പോഴാണ് സഭയിൽ സമാധാനമുണ്ടായത്. അതിൽ നിന്ന് വ്യതിയാനമുണ്ടായി. അന്ത്യോക്യ പാത്രിയർക്കീസ് മലങ്കര സഭയ്ക്ക് അന്യനാണ് എന്നുള്ളതായ പ്രസ്താവന ഉണ്ടായതോടുകൂടിയാണ് മലങ്കര സഭയിൽ ഭിന്നത ഉണ്ടായത്. പുലിക്കുന്നേൽ സാറിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ എനിക്ക് അദ്ദേഹത്തോട് യോജിപ്പും വിയോജിപ്പുമുണ്ട്. ഇടവക പള്ളികൾ, ഇടവകാംഗങ്ങൾ ധനവും വ്യയവും ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളതായ പള്ളികളാണ്. അവർക്കവിടെ ആരാധനാ സ്വാതന്ത്ര്യം ഉണ്ടാകണം. ഇടവക പള്ളിയുടെ ഭരണം അവരുടേതായിരിക്കണം. എന്നാൽ അദ്ദേഹത്തോട് എനിക്ക് വിയോജിപ്പുള്ളത് ഇത് സ്വത്തുക്കളുടെ തർക്കമാണ് എന്ന് അദ്ദേഹം പറയുന്നത് ശരിയല്ല. കാരണം സ്വത്തുക്കളുടെ തർക്കമായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ആലുവ സെമിനാരി മൊത്തത്തിൽ അവകാശപ്പെട്ടതാണ്. ആലുവ സെമിനാരി പാത്രിയർക്കീസ് പക്ഷത്തെ മെത്രാപ്പൊലിത്തന്മാർ മാത്രം പണിയിച്ചതാണ്. യോജിപ്പിന് ശേഷം അവിടെ അഭിമന്യനായ തെയോഫിലോസ് തിരുമേനി വന്ന് താമസിച്ചതിന് ശേഷം അവിടെ കൃഷിപ്പണികളും ദൈനംദിന കാര്യങ്ങളും അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. പാത്രിയർക്കീസ് പക്ഷം തന്നെ വ്യയം ചെയ്തുണ്ടാക്കിയത് അവിടുത്തെ ഇടവക പള്ളിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഇടവകക്കാരുടേതാണ്. ഞങ്ങൾക്ക് തർക്കമുണ്ടായിരുന്നെങ്കിൽ അതിനുവേണ്ടിയാണ് ഞങ്ങൾ തർക്കം പറയേണ്ടത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പിതാക്കന്മാരുടെ ഖബറിടം എന്നുള്ള നിലയിലാണ് തൃക്കുന്നത്ത് സെമിനാരിയോടുള്ളതായ ഞങ്ങളുടെ വൈകാരികവും ആത്മീകവുമായ ബന്ധം. ഞങ്ങൾ ഇതുപോലെ പണിയിച്ചതായ മണ്ണുത്തി, അതുപോലെ ഞങ്ങളുടെ ശ്രേഷ്ഠ ബാവ പണിയിച്ച മൂവാറ്റുപുഴ,
ഇങ്ങനെയുള്ളതായ അനേകം ദേവാലയങ്ങളിൽ ഞങ്ങൾ പ്രവേശിക്കണമായിരുന്നു. അനധികൃതമായ കൈവശപ്പെടുത്തലിന് ഞങ്ങളോ ഞങ്ങളുടെ നേതൃത്വമോ ഇതുവരെ ഓർത്തഡോക്സ് സഭയുടെ ഒരു ദേവാലയത്തിലും പോയിട്ടില്ല എന്ന് എനിക്ക് പറയാൻ സാധിക്കും. എങ്ങനെ പ്രതികരിക്കും? ഈ രേഖകൾ വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നത് തൃക്കുന്നത്ത് സെമിനാരി മലങ്കര ഓർത്തഡോക്സ് സഭയുടേതാണെന്ന് വിധിച്ചു. അതിനുശേഷം 2003 ശേഷമാണ് പുറത്തുവെച്ച് എഗ്രിമെൻ്റ് ഉണ്ടാക്കണം. ശരി, ഓർത്തഡോക്സ് വിഭാഗം അതിന് തയ്യാറായി. ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയും അന്നത്തെ കളക്ടർ, ഇപ്പോഴും എറണാകുളത്തെ കളക്ടറായിരിക്കുന്ന അദ്ദേഹവും ഒക്കെ ഒപ്പുവെച്ച, ഇരു വിഭാഗവും ഒപ്പുവെച്ച ഒരു ധാരണാപത്രം ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2005 വിശ്വാസികളെ കബറിങ്കിൽ കയറ്റി പ്രാർത്ഥിപ്പിക്കണം. ശരി, സമ്മതിച്ചു. 2005 കഴിഞ്ഞപ്പോൾ ആ എഗ്രിമെൻറ്റിന് ഇതില്ല, അവർ വില കൽപ്പിക്കുന്നില്ല. ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടു 25-ാം തീയതി വരെ ശ്രേഷ്ഠ കാതോലിക്ക ബാവയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നത് 2 മണിക്കൂർ നേരം പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നു തൃക്കുന്നത്ത് സെമിനാരിയിൽ. എന്നാൽ 26-ാം തീയതി വൈകിട്ട് മുതലുള്ള പത്രസമ്മേളനത്തിലൂടെ നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞു, തൃക്കുന്നത്ത് സെമിനാരി മൊത്തത്തിൽ വേണം, പ്രാർത്ഥിച്ചാൽ പോരാ. അതായത് ലക്ഷ്യം എന്താണെന്ന് അവിടെ തെളിഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ പറയുന്നത് 1995 സുപ്രീം കോടതി ഫൈനലായി വിധി പറയുന്നതിന് മുമ്പ് സുപ്രീം കോടതി തന്നെ ചോദിച്ചു, ഇത് കോടതിക്ക് പുറത്ത് വെച്ച് തീർത്തുകൂടെ? ഞങ്ങൾ സമ്മതിച്ചു, അതിനുള്ള മാർഗങ്ങളാരായ. അപ്പോൾ പാത്രിയർക്കീസ് വിഭാഗം പറഞ്ഞു, കോടതി എടുക്കുന്ന ഏത് തീരുമാനവും ഞങ്ങൾ അംഗീകരിച്ചുകൊള്ളാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി വിധി പറയുകയാണ്. കോടതി വിധി പറയുന്നു, ജസ്റ്റിസ് മള്ളിമഡിനെ നിരീക്ഷകനായി വിട്ട് 2002 മലങ്കര അസോസിയേഷൻ പരുമലയിൽ വെച്ച് വിളിച്ചു ചേർത്ത് ആ അസോസിയേഷനിൽ വെച്ച് മലങ്കര മെത്രാപ്പൊലീത്ത ആരാണെന്ന് തീരുമാനിക്കണം എന്ന് പറയുന്നു. പാത്രിയർക്കീസ് വിഭാഗവും ഓർത്തഡോക്സ് വിഭാഗവും കൂടി ഈ ജസ്റ്റിസ് മള്ളിമഡിനുള്ള ഫീസ് സുപ്രീം കോടതിയിൽ കെട്ടിവെച്ചു. അപ്പോൾ ആ അസോസിയേഷനിൽ പങ്കെടുക്കാതെ 2002 ഒരു പുതിയ ഭരണഘടന ഉണ്ടാക്കി പുതിയ സഭയ്ക്ക് രൂപം നൽകുകയാണ് ചെയ്തത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദനുമായി നടത്തിയ ചർച്ചയിൽ ഞാൻ ചോദിച്ചു, ഒരു പുതിയ സഭ രൂപം കൊണ്ടിരിക്കുകയാണ്. 1934 ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ഓർത്തഡോക്സ് സഭയുടെ സ്വത്തുക്കളിന്മേൽ എന്തവകാശം? ഞാൻ അവിടെ ഒരു ഉദാഹരണം ചോദിച്ചത്, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ CMB ഉണ്ടാക്കിയ ശ്രീ MV രാഘവന് നിങ്ങൾ AKG സെന്ററിൽ ഒരു മുറിയെങ്കിലും കൊടുത്തുവോ? എന്തെങ്കിലും അവകാശം ശ്രീ MV രാഘവൻ അവിടെയുണ്ടോ? ആശകളൊന്നായി തളിരിടുമ്പോൾ സ്വപ്നങ്ങളെല്ലാം പൂവണിയാ. NIFE പഠിച്ച എല്ലാം നടക്കൂടാ. The way to success. NIFE. എന്താ തിളക്കം, കലക്കിയിട്ടുണ്ട് കേട്ടോ. ഓ, ഇത് മലബാർ ഗോൾഡ്. ആർക്കാ? എന്റെ ഭാര്യയ്ക്കാണേ. ഞാൻ സെലക്ട് ചെയ്യട്ടെ? ഓ, വിത്ത് പ്ലഷർ. മലബാർ ഗോൾഡ്, ബ്യൂട്ടി മീറ്റ്സ് ക്വാളിറ്റി. മീനു, അച്ഛൻ വന്നിട്ടുണ്ട്. അറിയാലോ, അച്ചാറില്ലാതെ 10 മിനിറ്റ് വേണ്ട, അച്ചാർ റെഡി. ഇത്രയും പെട്ടെന്ന് ഇത്രയും തരാം. ഏത് തരം അച്ചാറും 10 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ സ്റ്റൈലിൽ. ഈസ്റ്റേൺ പിക്കിൾ പൗഡർ. ഏഷ്യാനെറ്റ് മലയാളി 2007 പ്രതിരോധ മന്ത്രി AK ആന്റണി. 8-ന് മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ AK ആന്റണിക്ക് ബഹുമതി സമർപ്പിക്കുന്നു. ഒപ്പം കേരളം വെല്ലുവിളികളും സാധ്യതകളും എന്ന വിഷയത്തിൽ സെമിനാർ. 8-ന് വൈകുന്നേരം 5:30 മുതൽ തത്സമയ സംരക്ഷണം ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ. ഫാദർ ജോൺസ്, ഇപ്പോൾ സമീപകാലത്ത് ഏറ്റവും വിവാദമായത് തൃക്കുന്നത്ത് സെമിനാരിയിൽ ഒരു വിഭാഗത്തെ ബന്ദിയാക്കി മറ്റൊരു വിഭാഗത്തിന് പ്രാർത്ഥനയ്ക്ക് അവസരം ഒരുക്കി എന്നുള്ള ആക്ഷേപമാണ്. അതിൻ്റെ പേരിൽ ഇപ്പോൾ മന്ത്രിമാരെ ചടങ്ങിൽ പങ്കെടുപ്പിക്കാത്ത അടക്കം ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് ഓർത്തഡോക്സ് സഭ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്ത് ആക്ഷേപമാണ് ഈ കാര്യത്തിൽ ഓർത്തഡോക്സ് സഭ ഉന്നയിക്കുന്നത്? കാരണം വളരെ വൈകാരികമായ ഒരു ആവശ്യം യാക്കോബായ സഭ ആവശ്യപ്പെടുന്നു, അതിനുള്ള അവസരം നൽകി എന്ന് മാത്രമാണ് സർക്കാരിൻ്റെ വിശദീകരണം. ഒന്നാമത്, വർഷങ്ങളായിട്ട് ആ സെമിനാരിയും അനുബന്ധ സ്വത്തുക്കളും സ്ഥാപനങ്ങളും എല്ലാം ഞങ്ങളുടെ പൊസഷനിലും ഓണർഷിപ്പിലുമാണ്.
രണ്ടാമത്, അതിനെ സംബന്ധിച്ചുണ്ടായിട്ടുള്ള ഒരു കേസിൽ ഞങ്ങൾക്ക് അനുകൂലമായി വ്യക്തമായ കോടതി വിധിയുണ്ട്. മൂന്നാമത്, കോടതി വിധിക്ക് അപ്പുറം ചിന്തിക്കണം എന്ന് ബഹുമാനപ്പെട്ട കല്ലാപ്പാറച്ചനൊക്കെ പറയുകയുണ്ടായി. അങ്ങനെ തന്നെ അതിന് ഞങ്ങൾ തയ്യാറായി. ബഹുമാനപ്പെട്ട സെക്രട്ടറി പറഞ്ഞതുപോലെ 2005 രണ്ട് വിഭാഗവും ചേർന്ന് അവിടെ ആ കവറിങ്ങിൽ എങ്ങനെ പ്രാർത്ഥന നടത്തണമെന്നുള്ളതിനെക്കുറിച്ച് ഒരു എഗ്രിമെൻ്റ് ഉണ്ടായി. രണ്ട് വിഭാഗവും ഒപ്പിട്ട എഗ്രിമെൻ്റാണ്. അതനുസരിച്ച് ഇരു വിഭാഗത്തിലെയും ഭക്തജനങ്ങൾക്ക്, അതിൽ വ്യക്തമായി പറയുന്നു, ഭക്തജനങ്ങൾക്ക് കയറി പ്രാർത്ഥിക്കാനുള്ളതായ അവസരം. അതിന് സമയവും പറയുന്നുണ്ട്. 7 മണിക്ക് രാവിലെ തുറക്കണം, 7 മണിയാവുമ്പോൾ പൂട്ടണം. അപ്പോൾ ഇതിൻ്റെ എല്ലാം നഗ്നമായ ലംഘനമാണ് അവിടെ നടന്നത്. അത് അവിടെ ഞങ്ങൾ അഭിവന്യ തേഫിലോസ് തിരുമേനിയുടെ കവറെങ്കിൽ ഓർത്തഡോക്സ് വിഭാഗത്തിന് എപ്പോഴും കയറി പ്രാർത്ഥിക്കുന്നതിനും ധൂപം വയ്ക്കുന്നതിനുള്ള അവകാശമുണ്ട്. അവിടെ ഇരുന്നിരുന്ന ഞങ്ങളുടെ മെത്രാപ്പോലിത്തന്മാരെയും വൈദികരെയും എല്ലാം പോലീസ് വലയം സൃഷ്ടിച്ച് ബന്ദികളാക്കി അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റുവാനുള്ളതായ സൗകര്യം കൊടുക്കാതെ അങ്ങനെ നിർത്തിക്കൊണ്ടാണ് യാതൊരു കാരണവശാലും 7 മണിക്ക് ശേഷം, 7 മണിക്ക് കബർ അടയ്ക്കേണ്ടതാണ്. കബർ അടയ്ക്കാനായിട്ട് അവിടുത്തെ മാനേജർ 3 പ്രാവശ്യം കളക്ടറോടും പോലീസിനോടും ആവശ്യപ്പെട്ടു. മണി 7 കഴിഞ്ഞു, കബർ അടയ്ക്കേണ്ട സമയമായി അടയ്ക്കണമെന്നുള്ളത്. കബർ അടച്ചതുമില്ല. അങ്ങനെ തികച്ചും അനധികൃതമായിട്ട് എല്ലാ നിയമങ്ങളും മറികടന്നുകൊണ്ടാണ്. ഫാദർ കല്ലാപ്പാറ, സഭയ്ക്കുള്ളിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് എപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ സഭയുടെ ഈ പ്രശ്നത്തിൽ സ്വാധീനം ചെലുത്തുന്നു, ഒരു വിഭാഗത്തെ താലോലിക്കുന്നു, അതുവഴി വോട്ട് ബാങ്ക് ലക്ഷ്യപ്പെടുന്നു. ഇത്തരം നിരീക്ഷണങ്ങളാണ് ഇപ്പോൾ സജീവമായിട്ടുണ്ടായിരിക്കുന്നത്. അവസാനത്തെ തൃക്കുന്നത്ത് സെമിനാരി സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ എങ്ങനെ മറുപടി പറയും? വ്യക്തമായിട്ട് എനിക്ക് പറയുവാൻ സാധിക്കും. തൃക്കുന്നത്ത് സെമിനാരിയും പള്ളിയും സെമിട്രിയും എല്ലാം ഉണ്ടാക്കിയത് യാക്കോബായ സഭയുടെ മെത്രാപ്പോലിത്തന്മാരാണ്. അങ്ങനെ വ്യക്തമായ രീതിയിൽ യാക്കോബായ സഭയുടെ സ്വത്ത് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ജോസഫ് സാറ് പറഞ്ഞതുപോലെ സ്വത്തിന് അവകാശം ഇപ്പോഴും പറയുന്നില്ല. ഞങ്ങൾക്ക് ആവശ്യം ഇത്രയേ ഉള്ളൂ. രാഷ്ട്രീയം കളിക്കാൻ ഞങ്ങൾ തയ്യാറില്ല. ഞങ്ങൾക്ക് യാക്കോബായ സഭ പല രാഷ്ട്രീയ കക്ഷികളുടെ അംഗങ്ങളുള്ള വലിയ ഒരു സമൂഹമാണ്. അത് ആരോപണത്തിന് അടിസ്ഥാനമായിട്ട് പറയുന്നത് 30 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇപ്പോഴത്തെ ഭരണമുന്നണി എടുത്ത ഒരു നയപരമായ തീരുമാനം, പ്രത്യേകിച്ച് CPM എടുത്ത ഒരു നയപരമായ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു അവസരം കഴിഞ്ഞ 2 തവണ 30 വർഷത്തിന് ഇടവേളയ്ക്ക് ശേഷം ഉണ്ടായെന്നുള്ളതാണ് പറയുന്നത്. അതിനെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? 2005 അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കി എന്ന് പറയുന്നത് യാക്കോബായ സഭയെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ച് കാലത്തേക്ക് മാത്രമായിരുന്നു. അത് കഴിഞ്ഞു. 2006-ലും 2007-ലും ഈ സ്റ്റാറ്റസ് കോ നിലനിർത്തണം. സ്റ്റാറ്റസ് കോ 2007-ലേത് പറയട്ടെ, 2007-ലെ സ്റ്റാറ്റസ് കോ നിലനിർത്തണം എന്നതാണ് യാക്കോബായ സഭയുടെ ഉദ്ദേശം. ഞാൻ രണ്ട് വിഭാഗത്തിലും പെടുന്ന ആളല്ല. സത്യം മനസ്സിലാക്കണം. ഞാൻ രണ്ട് വിഭാഗത്തിലും പെടുന്ന ആളല്ല. ഞാൻ പറഞ്ഞോട്ടെ. ഈ തൃക്കുന്നത്ത് സെമിനാരി യാക്കോബായ സഭയുടെ പിതാക്കന്മാർ സ്ഥാപിക്കുകയും യാക്കോബായ സഭയുടെ പിതാക്കന്മാർ അവിടെ കബറടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇത് ആർക്കെങ്കിലും നിഷേധിക്കാൻ സാധിക്കുമോ? ഈ കാലഘട്ടത്തിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് ദേവലോകം എന്ന പോലെ യാക്കോബായ സഭയ്ക്ക് പ്രാധാന്യമുള്ളതാണ് തൃക്കുന്നത്ത് സെമിനാരി. ഈ സത്യം ആർക്കും വിസ്മരിക്കുവാൻ സാധ്യമല്ല. സെമിനാരി പള്ളി പണിയുന്ന പടമാണ് നിൽക്കുന്നത്. ഞാനാണ്. ബഹുമാനപ്പെട്ട കല്ലാപ്പാറ അച്ഛനും ബഹുമാനപ്പെട്ട മൂലയിലച്ഛനും ബിബിയും പറഞ്ഞ അവസരത്തിൽ പറഞ്ഞു യാക്കോബായ സഭ ഉണ്ടാക്കിയതാണ് ആലുവ തൃക്കുന്നത്ത് സെമിനാരി. 1880 ഉണ്ടാവുന്നതാണ് ആലുവ തൃക്കുന്നത്ത് സെമിനാരി. അന്ന് മലങ്കര സഭയിൽ ഭിന്നത ഇല്ല. യാക്കോബായ സഭയോ മലങ്കര സഭയോ ഓർത്തഡോക്സ് സഭയോ ഏത് സഭയാണെങ്കിലും ഇവിടെ ഒരു സഭയുള്ളൂ. ആ ഒരു സഭയുടെ ഭാഗമാണ് ആലുവ തൃക്കുന്നത്ത് സെമിനാരി. അന്ന് മലങ്കര സഭയെ 7 ഭദ്രാസനങ്ങളായി വിഭജിച്ചു. ആ 7 ഭദ്രാസനങ്ങളിൽ ഏറ്റവും ഒരു സഭയേ ഉള്ളൂ. ഇരു വിഭാഗത്തിലും പെടാത്ത മറ്റൊരാളുടെ ഒരു അഭിപ്രായം ഇടയ്ക്ക് നമ്മൾ മൊത്തത്തിൽ അപഹാസ്യരാകുകയാണ്. എന്തിനു വേണ്ടിയാണ്? വിശ്വാസത്തെക്കുറിച്ചോ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ കൂതാശകളെ കുറിച്ചോ ഇവിടെ ആരും ഒന്നും പറയുന്നില്ല. ഇവിടെ പറയുന്നത് സ്വത്തിന്റെ പൊസഷനും സ്വത്തിന്റെ ഓണർഷിപ്പും മാത്രമേ ഉള്ളൂ. നമ്മൾ അപഹാസ്യരാകുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എനിക്ക് യാതൊരു വെസ്റ്റേൺ ഇൻട്രസ്റ്റും ഇല്ല. ഈ ഇരിക്കുന്ന ആളുകൾ തീരുമാനിച്ചാൽ, ഈ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികന്മാരും അൽമായ നേതാക്കന്മാരും തീരുമാനിച്ചാൽ ഈ വിഷയത്തിന് സുഗമമായ പരിഹാരമുണ്ടാകും. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. നമ്മുടെ ഈ സഭാ തർക്കത്തെ മുതലെടുത്തുകൊണ്ട് ഇതര കത്തോലിക്ക സഭാ വിശ്വാസികൾ ബോധപൂർവമായ ചില ഇടപെടലുകൾ നടത്തിയതിൻ്റെ ഭാഗമായി എത്രയോ ആളുകൾ സമീപഭാവിയിൽ കൂടുതൽ ശക്തന്മാരായിട്ടുണ്ടോ എന്ന് നിങ്ങൾ സ്വയം വിമർശന വിധേയമായി ആലോചിക്കണം. പരിഹരിക്കേണ്ട വിഷയം പരിഹരിക്കാം. ഇത് അവകാശരാകരുത്, തെരുവിൽ തമ്മിത്തല്ലരുത്. The Logan
Win 6 awards in just 2 months. Join the Logan Hurrah celebrations by booking a fully loaded Logan petrol at just rupees 4.49 lakhs. നിശ്ചിന്തം നിർഭയം നിസ്സംശയം ഞങ്ങളേകും വാഗ്ദാനമെന്നും എന്നും വെയിലത്തും തണലത്തും ഞങ്ങൾ തുണയായി 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 ജീവിതത്തിൽ അനുനിമിഷം ഞങ്ങൾ അരികെ 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 ഹൃദയത്തിൻ സ്പന്ദനം പകരം വെളിച്ചം വെളിച്ചം നിശ്ചിന്തം നിർഭയം നിസ്സംശയം LIC ഉണ്ടോ ഒപ്പം ജീവിതം നിശ്ചിന്തം. കല്യാണപ്പെണ്ണിന്റെ ആഭരണങ്ങളൊക്കെ അസലായി. എല്ലാം ഫ്രാൻസിസ് ആലിക്കാസിന്ന. പണിക്കൂലി കുറവായതുകൊണ്ട് വിചാരിച്ചതിലും കൂടുതൽ സ്വർണം വാങ്ങാൻ പറ്റി. പണിക്കൂലി കുറഞ്ഞ പരിശുദ്ധിയും കുറയും. ഇല്ല പെണ്ണെ, BIS ഹോൾമാർക്ക് മുദ്രയുള്ള 916 ആഭരണങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെയും ഒരേ പരിശുദ്ധി തന്നെയാണ്. ഫ്രാൻസിസ് ആലുക്കാസ് നിങ്ങളുടെ വിശ്വാസം കാക്കുന്നു. അമിത പണിക്കൂലി ഈടാക്കാതെ തന്നെ. കോടിക്കണക്കിന് രൂപ ഇരു വിഭാഗങ്ങളുടെയും കോടതിയിൽ നഷ്ടമാകുന്നു. കോടതിക്ക് പുറത്തു വെച്ചുണ്ടാകുന്ന വേഔട്ട് പലപ്പോഴും യാഥാർത്ഥ്യമാകാതെ ഇരിക്കുന്നു. ആരാണ് ഇതിനകത്തെ സ്ഥാപിത താല്പര്യക്കാരി? നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാത്തതായ പ്രശ്നങ്ങളുമായി നിങ്ങൾ എന്തിന് വിജാതീയരുടെ കോടതിയിൽ പോകുന്നു? ഈ ഒരു അനുശാസനം, ക്രിസ്തുവിന്റെ അനുശാസനം കേൾക്കാൻ തയ്യാറാവാത്തിടത്തോളം കാലം ഈ പ്രശ്നം ഒരുപക്ഷെ തെരുവിലായിരിക്കും അവസാനിക്കുക. ആ തെരുവിൽ അവസാനിപ്പിക്കുമ്പോൾ ക്രൈസ്തവന്റെ മുഖം 2000 കൊല്ലക്കാലമായി ഇവിടെ സമാധാനമായി ജീവിച്ച് വലിയ സേവനങ്ങൾ ചെയ്ത ക്രൈസ്തവ മുഖം അവിടെ പൂർണ്ണമായും പൊതുജനമധ്യത്തിൽ ഇല്ലാതാവും. ഇതിന് എന്താണ് പരിഹാരമെന്ന് ചോദിച്ചാൽ, കണ്ടല്ലോ വികാരം, 20 പേര് കൂടിയപ്പോൾ ഇത്രയും വികാരമുണ്ടെങ്കിൽ 2000 പേര് കൂടുന്ന തൃക്കുന്നത്ത് സെമിനാരിയിൽ എന്തായിരിക്കും പ്രശ്നം? ഞാൻ വരുന്നത് ഭരണങ്ങാനത്ത് നിന്നാണ്. അവിടെ അൽഫോൻസാമയുടെ കവറിടമുണ്ട്. ആ കവറിടത്തിൽ ഹിന്ദുക്കൾ വരുന്നു, എല്ലാ വിഭാഗം ജനങ്ങളും വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾ ആരും എതിർക്കാറില്ല. ആരുടെയും അനുവാദം കൊണ്ടല്ല ആരാധന നടക്കേണ്ടത്. ഞങ്ങൾ അനുവദിച്ചിട്ടല്ല അവിടെ ജനങ്ങൾ വന്ന് ആരാധിക്കുന്നത്. ഇവിടെയാണ് പ്രശ്നം. ആരുടെയെങ്കിലും അനുവാദം കൊണ്ട് പ്രാർത്ഥിക്കാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് ഭരണങ്ങാനം പള്ളിയിൽ ഞങ്ങളുടെ അച്ഛനെ കൊണ്ട് കുർബാന ചൊല്ലിക്കാമോ പിതാവേ? ഭരണങ്ങാനം പള്ളിയിൽ ഓർത്തഡോക്സ് സഭയിൽ അച്ഛനെ കൊണ്ട് കുർബാന ചൊല്ലിക്കാമോ? നിഖിൽ സാറിന്റെ വാക്ക് ഞാൻ അനുവാദിക്കും. വിശ്വാസികളുടെ ഒരു തീരുമാനത്തിലേക്ക് ഈ പ്രശ്നപരിഹാരം പോകാനുള്ള സാധ്യത വിദൂരമാണോ? തൃക്കുന്നത്ത് സെമിനാരിയെ സംബന്ധിച്ചിടത്തോളം ഭക്തജനങ്ങൾ കയറി പ്രാർത്ഥിക്കുന്നതിന് ഒരിക്കലും ആരും കുറ്റം പറഞ്ഞിട്ടില്ല. അതേസമയം ഇവിടെ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പത്രങ്ങളിൽ കൂടെ വിളിച്ചു പറയുകയും പ്രസ്താവന നടത്തുകയും ഇത് ഞങ്ങൾ കയറി ഇവിടെ അവകാശം സ്ഥാപിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജനത്തെ നയിച്ചുകൊണ്ട് വരികയും ചെയ്യുമ്പോഴാണ് അവിടെ പ്രവേശിക്കരുത് എന്ന് ഇടയ്ക്ക് ഒരു കാര്യം കൂടി സപ്ലിമെന്റ് ചോദിച്ചോട്ടെ. സഭയ്ക്കുള്ളിൽ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ വരുന്നുണ്ടോ? രാഷ്ട്രീയ താല്പര്യത്തിന് ഓർത്തഡോക്സ് സഭയോ യാക്കോബായ സഭയോ പരോക്ഷമായിട്ടെങ്കിലും പാത്രമായി പോകുന്നുണ്ടോ? സഭയിലെ വിശ്വാസികൾ ഇതര രാഷ്ട്രീയ തത്വചിന്തകളിൽ വിശ്വസിക്കുന്നവരും
ഇവരും പാർട്ടികളിലെ അംഗങ്ങളുമാണ്. അവർക്ക് ആ വിധത്തിൽ പ്രവർത്തിക്കുന്നതിന് സഭ യാതൊരു വിലക്കും ഇതുവരെ കൽപ്പിച്ചിട്ടില്ല എന്നുള്ളതല്ലാതെ സഭ സ്വയമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വിറ്റിട്ടില്ല. അങ്ങനെ അമിതമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഒരു പാർട്ടിയുടെയും സഭയുടെ മേൽ ഇല്ലതാനും. ബഹുമാനപ്പെട്ട ജോസഫ് പുലിക്കുന്നേൽ സാർ പറഞ്ഞതിനോട് എനിക്ക് ഒരു പ്രതികരണമുണ്ട്. ഇവിടുത്തെ പള്ളികളെല്ലാം ഒരു കാലത്ത് പൂർണ്ണമായിട്ട് ജനങ്ങളുണ്ടാക്കി സ്വതന്ത്രമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരുപക്ഷെ ശരിയായിരിക്കാം. എന്നാൽ ഞാൻ പറഞ്ഞോളട്ടെ, 1947 ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടായത്. അതിനു മുൻപ് ഇവിടെ മുഴുവൻ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആയിരുന്നു. ആ അവസ്ഥയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറയുമോ? 1934 ഇവിടുത്തെ പള്ളികൾ എങ്ങനെ ഭരിക്കപ്പെടണമെന്നുള്ളതായ ഒരു ഭരണഘടനയുണ്ടായി. 58 അത് ഇരുവിഭാഗവും നിരുപാധികം അംഗീകരിച്ചു. അതിനുശേഷം 70 കാതലായ ഒരു സംശയം ഇക്കാര്യത്തിലുണ്ട്. വിശ്വാസികൾക്ക് തീർച്ചയായും റൈറ്റ് ഉണ്ടോ, പക്ഷേ അവരുടെ ആരാധനാക്രമം, അതിന്റെ ചട്ടക്കൂട്, ഭരണഘടന ഇതെങ്ങനെയാവണം? അവിടെയാണ് ഭിന്നിപ്പ്. അദ്ദേഹം പറഞ്ഞു ഇത് 47 വരെയുള്ളതാണെന്ന്. അല്ല, സുവിശേഷത്തില് ഈ അപ്പസ്തോല പ്രവർത്തികളിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് തിരഞ്ഞെടുക്കപ്പെട്ടവർ ഭരിക്കട്ടെ, ഞങ്ങളോ പ്രാർത്ഥനയിലും സുവിശേഷ പ്രഘോഷണത്തിലും ഉറ്റിരിക്കാം. രണ്ടായി തിരിച്ചു. അവിടെ പുരോഹിതന്മാർക്കൊരിക്കലും അതാണ് പത്രോസ് പറയാണ്. അല്ല, പിന്നെ 12 പേര് കൂടിയ സുനഹദോസിലാണ്. ആദ്യത്തെ സുനഹദോസും അവസാനത്തെ സുനഹദോസുമാണ് 12. ഇത് നിങ്ങൾ അല്ല, അതുകൊണ്ട് ഇവിടെ അദ്ദേഹം ഇത് അന്ന് തീരുമാനിച്ച തീരുമാനമാണ് കേരളത്തിലെ സഭ തുടർന്നു പോകുന്നത്. ഫാദർ കല്ലാപ്പാറ, ഈ പ്രശ്നം പരിഹരിക്കാൻ യാക്കോബായ സഭ മുമ്പോട്ട് വെക്കുന്ന നിർദ്ദേശം, രണ്ടു കൂട്ടരും കൂടി യോജിച്ച വിധത്തിൽ ആരെയെങ്കിലും മധ്യസ്ഥരായിട്ട് തീരുമാനിച്ച് അവരെടുക്കുന്ന തീരുമാനം സ്വീകരിക്കാൻ യാക്കോബായ സഭ തയ്യാറാണ്. ഇത് രേഖാമൂലം ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുള്ളതാണ്. പക്ഷെ ഒരു ക്ലാരിഫിക്കേഷൻ അതിനകത്ത് ചോദിച്ചോളട്ടെ. ഈ കാര്യത്തിൽ കുറച്ചുകൂടെ വ്യക്തമാക്കേണ്ടതുണ്ട്. ഇപ്പൊ അതായത് ഒന്നുകിൽ പാത്രിയാർക്കീസിനെ ആത്മീയ അധികാരം മാത്രമാണോ, ഭൗതിക അധികാരമുണ്ടോ, കാതോലിക്കനെ അംഗീകരിക്കുന്നുണ്ടോ, വിശ്വാസികൾ ഭൂരിപക്ഷം ഉള്ളവരാണോ പള്ളി ഭരിക്കേണ്ടത്? ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലുള്ള വീക്ഷണങ്ങൾ പരസ്യപ്പെടുത്താൻ കഴിയുമെങ്കിൽ ചുരുങ്ങിയ വാക്കുകൾ. പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവായാലും കാതോലിക്ക ബാവായാലും മെത്രാപ്പോലിത്തന്മാരായാലും വൈദികരായാലും വിശ്വാസികളായാലും ഇതാണ് സഭ. പാത്രിയാർക്കീസ്, കാതോലിക്കോസ്, മെത്രാപ്പോലിത്തന്മാർ, വൈദികർ, വിശ്വാസികൾ എന്നിവരെ ഉൾക്കൊള്ളുന്ന ഒരു ഹൈറാർക്കിക്ക് വേണ്ടിയിട്ടാണ് ക്രൈസ്തവ സഭ നിലനിൽക്കുന്നത്. അത് നിലനിർത്തിക്കൊണ്ട് ഏത് അറ്റം വരെയും യാക്കോബായ സഭ മധ്യസ്ഥരെടുക്കുന്ന തീരുമാനത്തിന് പോകാൻ തയ്യാറാണ്. ഓർത്തഡോക്സ് സഭ മുമ്പോട്ട് ഓർത്തഡോക്സ് സഭ മുമ്പോട്ട് വെക്കുന്ന നിർദ്ദേശം എന്താണ്? ഈ പ്രശ്നം പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഈ സഭയിൽ ഭിന്നിപ്പുണ്ടാകാൻ പാടില്ല. അപ്പോൾ അത് ഞങ്ങളുടെ ഒന്നാമത്തെ അജണ്ടയാണ്. 1934 ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ സഭ ഒന്നാകണം. അപ്പോൾ അതിൻ്റെ അകത്ത് പാത്രിയാർക്കീസിന് നൽകിയിട്ടുള്ളതായ സ്ഥാനം എന്തായാലും അത് ഓർത്തഡോക്സ് സഭ നൽകാൻ തയ്യാറാണ്, എന്നും തയ്യാറായിരുന്നു. പിന്നെ അതിനു മുൻപ് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നതിൻ്റെ ഇടയ്ക്ക് പള്ളികളിൽ അനധികൃതമായി പ്രവേശിക്കുന്നതും തള്ളിക്കയറുന്നതും അവസാനിപ്പിക്കണം. പള്ളികളെന്ന് പൂട്ടുന്നു എന്നെല്ലാവരും കംപ്ലൈൻറ്റ് പറയുന്നു. പള്ളികൾ പൂട്ടുന്നതിൻ്റെ ഒരേ ഒരു കാരണം പാത്രിയാർക്കീസ് വിഭാഗത്തിലുള്ള ഞാൻ വ്യക്തമായി പറഞ്ഞു പോവുകയാണ്, മെത്രാപ്പോലിത്തന്മാർ അനധികൃതമായി പ്രവേശന അവകാശമില്ലാത്ത പള്ളികളിൽ കയറാൻ ശ്രമിക്കുന്നതാണ്. കോടതി ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന അപ്പീൽ പിൻവലിച്ചിട്ടാണോ ഈ ചർച്ചകൾ നടത്തേണ്ടത്? ബഹുമാനപ്പെട്ട കല്ലാപ്പാറ അച്ഛൻ തന്നെ അതിന് മറുപടി പറയണം. എന്ത് ചെയ്യാം ജോർജ് ജോസഫ്? 2003 ശേഷം 2007 സുപ്രീം കോടതി വിധിയുണ്ടായി. അതുകൊണ്ട് അതിനു മുൻപുള്ള എല്ലാ സബ് കോടതികളുടെയും വിധി അസ്ഥിരപ്പെട്ടിരിക്കുന്നു എന്ന സത്യം മനസ്സിലാക്കണം. ഒരാൾ കൂടെ രാവിലെ ഒപ്പുവെച്ച് അംഗീകരിക്കുകയും വൈകിട്ട് തള്ളിപ്പറയുകയും ചെയ്യുമ്പോൾ നാളെ ഏത് മധ്യസ്ഥ സമത്തെയാ തള്ളിപ്പറയാനൊക്കാത്തത്? നമുക്ക് ജീവിക്കുന്ന വ്യവസ്ഥിതിയിൽ നാടിന്റെ നിയമത്തിനപ്പുറം നമുക്ക് പോകാനൊക്കില്ല. കോടതി വിധികൾ കൊണ്ട് ശാശ്വത പരിഹാരമാകുമായിരുന്നെങ്കിൽ ഈ സഭയിലെ പ്രശ്നങ്ങൾ ഇപ്പോൾ 7 പ്രാവശ്യം തീരേണ്ടതായിരുന്നു. കോടതി വിധി ഉണ്ടെന്ന് പറയുന്നവർ ചെയ്യേണ്ടത് കോടതി വിധി പത്രമാധ്യമങ്ങളുടെ മുമ്പ് വന്ന് പറയുക അല്ല ചെയ്യേണ്ടത്. അവർ ട്രയൽ കോർട്ടിൽ പോയി
കോടതി വിധി നടത്തൽ ഹർജി കൊടുക്കണം. തൃക്കുന്നത്ത് സെമ്മനാരി സ്ഥാപിച്ചതായ കടവിൽ പൗലോസ് മാർ അത്താനാസ് മെത്രാപ്പോലീത്ത അദ്ദേഹത്തിന്റെ കാലശേഷം സെമ്മനാരി ആരുടെ കൈവശത്തിലായിരിക്കണമെന്നും പറവൂർ രജിസ്റ്റർ ഓഫീസിൽ ഒരു വിൽ പത്രം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവിടെ മലങ്കര മെത്രാപ്പോലീത്ത ട്രസ്റ്റി, വൈദിക ട്രസ്റ്റി, അൽമായ ട്രസ്റ്റി, സെക്രട്ടറി, ഇത്രയും 4 സ്ഥാനികളുണ്ടായിട്ട് അവർക്കൊന്നും വിൽപത്രത്തിൽ ഒരു അധികാരം കൊടുത്തിട്ടില്ല. അങ്കമാലി ഭദ്രാസനത്തിലെ പള്ളി പൊതുയോഗത്തിനാണ് അതിന് അവകാശം കൊടുത്തത്. അത് ഇംപ്ലിമെന്റ് ചെയ്യണം. ശ്രീ ജോസഫ് പുലിക്കനാൽ, ഇവിടെ താഴെ നിന്നുള്ള വൈദിക ശ്രേഷ്ഠരും അതേപോലെ തന്നെ അൽമായരും മുമ്പോട്ട് വെച്ച പ്രതികരണങ്ങളും താങ്കൾ വ്യക്തമായി കേട്ടിട്ടുണ്ടാവും. എന്താണ് നിർദ്ദേശം? അതത് പള്ളിക്കാരുടേതായി ഉള്ള ഒരു നിയമം ഉണ്ടാവണം. അത് ഏത് കത്തോലിക്കരുടേതാണേലും വേണ്ട, യാക്കോബക്കാരുടേതാണേലും വേണ്ട, ആ പള്ളികളുടേതാണ് എന്ന് പറഞ്ഞൊരു നിയമം ഉണ്ടാക്കുകയും അത് നടപ്പിലാക്കുന്ന ഒരു ട്രൈബ്യൂണലിനെ, ഹൈക്കോടതി ജഡ്ജിമാർ ട്രൈബ്യൂണലിനെ ഉണ്ടാക്കുകയും ചെയ്താൽ ജനങ്ങൾ ആരാധനാ സ്ഥലം മെത്രാനല്ല, പാത്രിയർക്കീസിനല്ല, ജനങ്ങളുടെ ആരാധനാ സ്ഥലത്തിന് വേണ്ടി അവർ രക്തവും പണവും മുടക്കി പഠിച്ച പള്ളികൾ അവരുടേതായി കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരും എന്നാണ് എൻ്റെ വിശ്വാസം. ഫാദർ ജോൺസൺ, ബലിയർപ്പിക്കുമ്പോൾ പോലും സ്വന്തം സഹോദരനോടുള്ള വിദ്വേഷം പോലും മാറ്റിവെച്ച് ബലിയർപ്പിക്കണമെന്ന് ഉദ്ഘോഷിക്കുന്നു. അതുപോലും പലപ്പോഴും ദേവാലയങ്ങളിൽ നടക്കാത്ത സാഹചര്യമല്ലേ നിലനിൽക്കുന്നത്? ഇത് ഈ തർക്കം വഴക്ക് എന്ന് പറയുന്നത് ഒരു അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷൻ ആണ്. ഇതിൻ്റെ സമഗ്രമായിട്ടുള്ള വിഷയങ്ങളെല്ലാം ഡോക്യുമെൻസിൻ്റെ അടിസ്ഥാനത്തിൽ പഠിച്ച് അതിനെക്കുറിച്ച് തീരുമാനമെടുക്കുവാൻ പറ്റുന്ന മധ്യസ്ഥന്മാരുണ്ടെങ്കിൽ അവരോട് ഞങ്ങൾ തീർച്ചയായിട്ടും സഹകരിക്കും, യാതൊരു പ്രയാസവുമില്ല. പക്ഷേ എഗ്രിമെൻറ്റുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവയെ ലംഘിക്കുകയും ഈ പറയുന്ന പോലെ ഇത് സഭ രണ്ടായി പോയി, അതുകൊണ്ട് ഇനി ഇതിനെ വീതിക്കണം എന്ന് ചർച്ച തുടങ്ങുമ്പോൾ തന്നെ ആശയോടുകൂടെ വരികയും ചെയ്യുന്ന മധ്യസ്ഥന്മാരെ ഞങ്ങൾ എൻ്റർടൈൻ ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കും. ഫാദർ കല്ലാപ്പാറ, ഒരു കാര്യം കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ചോദിക്കാം. ചരിത്ര പ്രാധാന്യമുള്ള എത്രയോ പള്ളികൾ അടഞ്ഞു കിടക്കുന്നു, എത്രയോ രക്തസാക്ഷികൾ ഇതിനകം ഉണ്ടായിട്ടുണ്ട്. പള്ളികൾ പൂട്ടാനുള്ളതല്ല, ആരാധന നടത്താനുള്ളതാണ്. ഇപ്പോൾ പറ്റിയിരിക്കുന്ന അബദ്ധം ഓർത്തഡോക്സ് സഭയ്ക്ക് നേതൃത്വമില്ല. അവരുടെ കാതോലിക്കായെയും അവരുടെ ഇവിടെ ഇരിക്കുന്ന ഭരണ മേധാവികളെയും ഇതുവരെ കോടതി അംഗീകരിച്ചിട്ടില്ല. ആ കോടതിയിൽ അവർ ഇംപ്ലിമെൻറ്റേഷൻ പെറ്റീഷൻ കൊടുത്തിട്ട് അവരെ വാദികളായിട്ട് ഇതുവരെ സ്വീകരിക്കാൻ സുപ്രീം കോടതി തയ്യാറായിട്ടില്ല. അങ്ങനെയുള്ളവരോട് സംസാരിക്കുന്നത് തന്നെ തെറ്റാണെന്നുള്ള ധാരണയാണ് യാക്കോബായ സഭയ്ക്കുള്ളത്. ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. ഇതിനു മുമ്പ് തന്നെ വിയോജിപ്പിന്റെ പേരിൽ സ്വതന്ത്രമായി മാറിപ്പോയ ചരിത്രമുണ്ട് ചില സഭകൾക്ക്. ഇപ്പോഴും ഒന്നിച്ച് നിൽക്കണമെന്ന് പറയുന്നു. ഇത് പ്രായോഗികമാണോ? മലങ്കര സഭ ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഇത് പിരിയാൻ പാടില്ല. മലങ്കര സഭ ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നത് ഏത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. 75 മുതലെങ്കിലും ഇവിടെ 2 സഭകളായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിലുള്ള എല്ലാ പൊതുപ്രസ്ഥാനങ്ങളിലും എക്യൂമെനിക്കൽ പ്രസ്ഥാനങ്ങളിലും എല്ലാം ഈ കവനാട്ടച്ചനും ഞാനും പ്രതിനിധികളായിട്ട് 2 സഭകളുടേതായിട്ട് തന്നെ ഉള്ളതാണ്. സർക്കാർ തലത്തിലും പൊതുതലത്തിലും എല്ലാം. അതായത് ഇതൊരു സമൂഹത്തിനൊരു ശാപമായിട്ട് തീരുന്നത് ഈ നിങ്ങളുടെ അനധികൃതമായ കയ്യേറ്റവും കൈവശത്തിനുള്ള ഭ്രമവും കൊണ്ടാണ്. ദയവായി നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുക, നിങ്ങൾ പറയിപ്പിക്കാതെ. ക്ഷമിക്കണം, നമ്മളെ ചർച്ച കൺക്ലൂഡ് ചെയ്യാണ്. ശ്രീ ജോസഫ് പുലിക്കുന്നൽ, ഈ കാര്യത്തിൽ താങ്കളുടെ വ്യക്തമായ ഒരു അഭിപ്രായം ചോദിക്കുകയാണ്. ഈ സഭകൾക്ക് ഒന്നിച്ചു പോകാൻ കഴിയുമോ, അതോ ഇത് പിരിഞ്ഞ് രണ്ടായിട്ട് പോകണോ? എന്റെ പൂർവികരും നിങ്ങളുടെ പൂർവികരും 1653 വരെ ഒരുമിച്ചു നിൽക്കുകയും കൂനൻ കുരിശ് സത്യത്തിന് ശേഷം വിദേശ ഇടപെടൽ കൊണ്ട് ഭിന്നിക്കുകയും ചെയ്തു. അതുപോലെ ഇന്ന് യോജിക്കണമെന്നുണ്ടെങ്കിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം, സഭയിൽ സന്മനസ്സുണ്ടായാൽ സമാധാനമുണ്ടാവും. സന്മനസ്സുണ്ടാവുന്നില്ലെങ്കിൽ അസമാധാനം ഒരു തുടർക്കഥ പോലെ മുമ്പോട്ട് പോകും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, സഭകൾക്കിടയിൽ ഒന്നിച്ചായാലും രണ്ടായാലും സമാധാനം അനിവാര്യമാണ്. കാരണം ഇപ്പോൾ ഇതൊരു പൊതുസമൂഹത്തിന്റെ പ്രശ്നമായി മാറിയിരിക്കുന്നു. വിശ്വാസികളും വൈദികരും നീതിക്ക് വേണ്ടിയും വിശ്വാസം സംരക്ഷിക്കാനും തെരുവിലിറങ്ങുന്ന അവസ്ഥ ഒരിക്കലും ആശാസ്യമല്ല. അത്തരം അവസ്ഥകൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് നേർക്കുനേർ ആശംസിക്കുന്നു. നേർക്കുനേർ അവസാനിക്കുന്നു. മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച വീണ്ടും ഇതേ ദിവസം. നമസ്കാരം.